ശബരിമല വിഷയത്തിൽ കടകംപള്ളി പെടുമോ? ഇതൊരു വലിയൊരു ചോദ്യമാണ്. കടകംപള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കടകംപള്ളി പറയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അഥവാ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ന്യായീകരിക്കുന്ന ആളുകൾ, അത് ചാനലുകളിലാകട്ടെ, ചർച്ചകളിലാകട്ടെ, അന്ത്യചർച്ചകളിലാകട്ടെ, എവിടെയാകട്ടെ, കടകംപള്ളി സുരേന്ദ്രനെ ന്യായീകരിക്കുന്ന പൊളിറ്റിക്കൽ ഹോൾഡറുകളിലും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും, വളരെയധികം നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഇത് പറയുന്നു അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ പെടാൻ സാധ്യത കുറവാണ്. വേണ്ടി വന്നാൽ ഒന്ന് ചോദ്യം ചെയ്യും, അതിനപ്പുറം പോകില്ല, അറസ്റ്റിലേക്കൊന്നും പോകില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ, മൊഴിയെടുക്കുമോ, അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ സാങ്കേതികമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അല്ലാതെ അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല, എൻ്റെ സാങ്കേതികത്വം പരിശോധിക്കാനാണ്. മന്ത്രിമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ MLA മാർ, മന്ത്രിമാർ, MP മാർ, ഇങ്ങനെ ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രി, ജനപ്രതിനിധികൾ, അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് 100 കണക്കിന് കത്തുകൾ കിട്ടും. 100 അല്ല, മന്ത്രി ഓഫീസിലൊക്കെ 1000 കത്തുകൾ കിട്ടും. ഒരു ബണ്ടിൽ കത്താണ് മന്ത്രി ഓഫീസിലൊക്കെ ഒപ്പിടാൻ കൊണ്ടുവയ്ക്കുന്ന മന്ത്രിക്ക് കിട്ടുന്ന നിവേദനം. ഈ നിവേദനങ്ങൾ കിട്ടിയാൽ ഈ നിവേദനങ്ങളൊക്കെ മന്ത്രി ഓഫീസിൽ മന്ത്രിയുടെ PS മാർ അല്ലെങ്കിൽ മന്ത്രിയുടെ APS മാർ പലതും വായിച്ചിട്ടായിരിക്കും അകത്ത് വയ്ക്കുന്നത്. സീരിയസ് ആയിട്ടുള്ളതിന് നോട്ട് എഴുതി വയ്ക്കും. പാർട്ടിക്കാർ കൊടുത്തിട്ടുള്ള, അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ കൊടുക്കുന്ന കത്തിന് അത് നോട്ട് ചെയ്ത് വയ്ക്കും. അതിലെഴുതത്തില്ല, കത്തിലൊന്നും എഴുതത്തില്ല, വേറെ സ്ലിപ്പ് വയ്ക്കും. ഇത് ജില്ലാ സെക്രട്ടറി തന്നതാണ്, ഇത് സംസ്ഥാന സെക്രട്ടറി ഇന്നയാള് ജോർജ് തോമസ് തന്നതാണ്, അല്ലെങ്കിൽ മറ്റേ പൊടിപ്പാറ തന്നതാണ്, അങ്ങനെ ആരാണ് ഇവിടെ കത്താണെന്നൊക്കെ വെച്ചൊക്കെ ഒരു ഹിന്റ് മന്ത്രിക്ക് കൊടുക്കും. ഒന്നാമത്തെ വിഷയം ബ്രീഫ് ചെയ്ത് കൊടുക്കും ഈ ചേട്ടന്മാര് ഈ കത്തിന്റെ വിശദാംശം. അല്ലാതെ എല്ലാ കത്തും ഇങ്ങനെ വിശദമായി മന്ത്രി വായിച്ചല്ല ഒപ്പിടുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പറ്റത്തില്ല. ഫയൽ പോലും അങ്ങനെ പറ്റത്തില്ല. 100 കണക്കിന് ഫയലുകൾ വരുമ്പോൾ എല്ലാ കാര്യവും വായിച്ച് ഫയൽ ഒപ്പിടാൻ പറ്റില്ല. പക്ഷെ ഫയലൊക്കെ പഠിക്കുന്നത് APS മാരും PS മാരും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ഒരു വകുപ്പുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തിരിക്കും. ആ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഓരോരുത്തർക്കും. ഇപ്പോൾ ഇറിഗേഷൻ ആണെങ്കിൽ ഇറിഗേഷനിലെ വാട്ടർ അതോറിറ്റി ഒരാളായിരിക്കും നോക്കുന്നത്, പിന്നെ ഡാമിന്റെ കാര്യങ്ങൾ ഒരാളായിരിക്കും, ഒരു APS ആയിരിക്കും. ഇങ്ങനെ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ഒരാളായിരിക്കും, മേജർ ഇറിഗേഷൻ ഒരാളായിരിക്കും, CWR ഇല്ല, ഗ്രൗണ്ട് വാട്ടർ ഒരാളായിരിക്കും. അങ്ങനെ പല ഏജൻസികളായിരിക്കും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അങ്ങനെ പറ്റും. പിന്നെ ചെയ്യുന്നത് മന്ത്രിമാർ ചെയ്യുന്നത്, അവർ എഴുതും ഇതിന്റെ നിവേദനത്തിന്റെ പുറത്ത് ഡു നീഡ്ഫുൾ, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, ഇത് പരിഗണിക്കുക, നെസസറി ആക്ഷൻ, ഇങ്ങനെ. പിന്നെ അല്ല വെറുതെ ഒപ്പിട്ട് സീൻ എന്ന് പറഞ്ഞ് വെറുതെ ഒപ്പിട്ട് വിടും. ഇങ്ങനെ എന്താണോ അതിൽ എഴുതുന്നത് അത് വളരെ പ്രധാനമാണ്. ഇത് സീരിയസ് ആയി പരിഗണിക്കണം ചെയ്യാൻ പറ്റത്തില്ല, പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം, പിന്നെ നെസസറി ആക്ഷൻ എടുക്കണം. ഇങ്ങനെ പല നോട്ടിന് അതിനകത്ത് എഴുതും. അങ്ങനെ എഴുതിയാൽ അങ്ങനെ മാത്രം എഴുതിയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ പെടുമോ? ഒന്നാമത്തെ ചോദ്യം. കാര്യം 1000 ആളുകൾക്ക് അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. അങ്ങനെ മാത്രം എഴുതിയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ പെടും. പക്ഷേ സേഫാണ്, അദ്ദേഹത്തിന്റെ സോൺ സേഫാണ്. എന്താ സേഫ്? എൻ്റെ അടുത്ത് ഒരു അപേക്ഷ കിട്ടി, അപേക്ഷയെ ഞാൻ അതിനകത്തൊരു കമന്റ് എഴുതി ഫോർവേഡ് ചെയ്തു, ദാറ്റ്സ് ആൾ. അതുകൊണ്ട് അത്രേ ചെയ്തോളോ എന്ന് പോലീസുകാർ SIT-കാർക്ക് ചോദിക്കാം. അതിന് പ്രൊഫഷനുണ്ട്. അവർ ചോദിക്കുന്നു, മന്ത്രി ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് പോയിട്ടുണ്ടോ, മന്ത്രിയെ വന്ന് കണ്ടിട്ടുണ്ടോ? അപ്പൊ മന്ത്രി പറയും, കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു, മുൻമന്ത്രിയാണ്, എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, എനിക്ക് കത്ത് തന്നിട്ടുണ്ട്, ഞാൻ കത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത്രയും മൊഴിയെടുക്കാം. ആ മൊഴിയെടുക്കലെങ്കിലും മിനിമം നടക്കും. ഒന്നാമത്തെ വിഷയം. മൊഴിയെടുത്ത് കഴിയുമ്പോഴാണ് അടുത്ത കഥ. മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനും ഇത് അറിയാമെന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഴിയെടുക്കലിന്റെ രൂപം മാറും. ഉണ്ണികൃഷ്ണൻ പോറ്റി, കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ മാറ്റി ബിനാമി ഇടപാടുകൾ ഒരുപാടുണ്ട്, അതിന്റെ രേഖകൾ കിട്ടി. ഇതുപോലെ കടകംപള്ളി സുരേന്ദ്രനോ ഉണ്ണികൃഷ്ണനോ പറയുകയാണ് ഞാനും മിനിസ്റ്ററുമായും ഇത്തരം കാര്യങ്ങളിൽ ഇടപാടുണ്ടെന്ന് പറഞ്ഞാൽ കഥ വീണ്ടും മാറും. ഒരു കാരണം, ഇപ്പുറത്ത് നിൽക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളിന് ഒരു ശുപാർശ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശുപാർശ കത്ത് കൊടുത്ത ആളിന്റെ മോട്ടിവേഷൻ എന്ത് എന്നുള്ളത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടി വരും. വളരെ കൃത്യമായി ചോദ്യം വരും. ഏത് റിലേഷനിലാണ് കൊടുത്തിരിക്കുന്നത്, ആ റിലേഷനിന്റെ ഫ്ലെക്സിബിലിറ്റി എത്രയാണ്, റിലേഷന്റെ സ്ട്രെങ്ത് എത്രയാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള റിലേഷന്റെ സ്ട്രെങ്ത് എത്രയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത് കൊടുത്തത്? ഒന്നാമത്തെ ചോദ്യം. കത്ത് കൊടുത്തതിന് ശേഷം ടെലിഫോൺ ചെയ്തോ? കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് ടെലിഫോൺ ചെയ്തോ പത്മകുമാർ? കാരണം അവർ പാർട്ടിക്കാരാണ്, MLA-ക്കാണ്, മുൻ MLA ആണ് പത്മകുമാർ, ദേവസ്വം മുൻ പ്രസിഡന്റ്. അതുകൊണ്ട് നേരിട്ട് ഫോൺ ചെയ്തോ, വാട്സപ്പ് മെസ്സേജ് അയച്ചോ,
അതോ PS കൊണ്ടോ APSമാരെ കൊണ്ടോ ഗൺമാനെ കൊണ്ടോ വിളിപ്പിച്ചോ, ആരുടെയെങ്കിലും ഫോണിൽ വിളിപ്പിച്ചോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ ഇതുവരെയുള്ള ആക്ഷൻസിനെ ചോദ്യം ചെയ്തേ കഴിയുള്ളൂ, മൊഴിയെടുത്തേ കഴിയൂ. പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. കാരണം പത്മകുമാറിനെ പോലും അറസ്റ്റ് ചെയ്യില്ല, മൊഴിയെടുക്കാനാണ് വിളിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ മൊഴിയെടുത്തിട്ട് തിരിച്ചുവിടും. പക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഇതിന്റെ കാരണം ഒരു വശത്ത് നിൽക്കുന്നത് ക്രിമിനലാണ്, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നു, അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് കത്ത് കൊടുത്തതിന്റെ കത്തിലിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ, അല്ലെ നെസസറി ആക്ഷൻ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡു നീഡ്ഫുൾ എന്നോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ വെറുതെ ഒപ്പിട്ട് വിട്ട കത്താണെങ്കിലും അത് മാത്രം കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ രക്ഷപ്പെടുകയില്ല. ഞാൻ ഈ പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ആരാണ് കടകംപള്ളി സുരേന്ദ്രന് പിന്നെ ഇനി ഒരു ചോദ്യം കൂടെ വരും. കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് അറിയാമോ? ആരെ? പോറ്റിയെ. ഈ കടകംപള്ളി സുരേന്ദ്രനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? അതും അടുത്ത ചോദ്യമാണ്. AK സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഗോവിന്ദമാഷിനെയും AK സെന്ററുകാരെയും ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞോ എന്താ ഉണ്ണികൃഷ്ണൻ വരുന്നു, ഇത് ഒപ്പിട്ട് കൊടുക്കണം? വേറെ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ കണക്ഷൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ അതോ ഏതെങ്കിലും പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മുതലാളിയോ മതസംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ NSSO NCCയോ അല്ല പിന്നെ നമ്മുടെ SNDPയോ വെള്ളാപ്പള്ളിയോ സുമാരൻ നായരോ ആരാവട്ടെ, ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാരണം ഇതിനകത്ത് മുരാരി ബാബു എന്ന് പറയുന്നത് NSSന്റെ പിന്നെ പെരുന്നയിലെ കരയോഗ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റോ സെക്രട്ടറി എന്തോ. അപ്പോൾ ഈ ബന്ധങ്ങൾ കിടക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാരെങ്കിലും പറഞ്ഞിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒപ്പിട്ടെങ്കിൽ അത് കടകംപള്ളി പറഞ്ഞാൽ, ഞാൻ ഇന്ന ആൾ പറഞ്ഞത് കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളിലേക്ക് പോകും അന്വേഷണം. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് മൊഴിയെടുക്കാതിരിക്കാൻ കഴിയില്ല. അത് നിയമത്തിന്റെ ഭാഷയിൽ മൊഴിയെടുത്തേ കഴിയൂ. പക്ഷെ മൊഴിയെടുക്കുമ്പോൾ കത്ത് മാത്രം കൊടുത്തു ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടകംപള്ളി സേഫ് സോണിലാവും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ കടകംപള്ളി കത്ത് കൊടുക്കുന്നതിന് വേറെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ആരും പറഞ്ഞതല്ല വേറൊരു മോട്ടിവേഷനിലാണ് ഈ കത്ത് കൊടുത്തതെങ്കിൽ, ആ കത്ത് കൊടുത്തതിന് പ്രത്യുപകാരമായി അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റിയതിൽ എന്തെങ്കിലും പങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ബിനാമി ഇടപാടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു നാൾ വഴിയും ഇതിന്റെ രീതിയും. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കത്ത് കൊടുത്തു എന്നുള്ള കാര്യം കൊണ്ടോ അതിനകത്ത് എഴുതിയ സെന്റൻസിന്റെ വാല് പിടിച്ചിട്ടോ കടകംപള്ളിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും SIT എങ്ങനെ പോകും? പക്ഷെ പ്രശ്നം കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ MLA ആണ്, നിലവിൽ MLA ആണ്. അപ്പോൾ സ്വാഭാവിക സ്പീക്കർ അടുത്തൊക്കെ ചോദിക്കേണ്ടി വരും. അങ്ങനെ ചില നിയമവശങ്ങളുണ്ട്. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിയാണ്. അത്ര പത്മകുമാറിനെ പിടിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ കഴിയില്ല. കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. ഇനി കടകംപള്ളിയെ പിടിച്ചാൽ കടകംപള്ളി പറയുകയാണ് ഇത് CM-നും അറിയാം, അല്ലെങ്കിൽ CM-ന്റെ ഓഫീസിനും അറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പെടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ പോലെ പെടും. മിനിമം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്കിലും പെടും. ശിവശങ്കറിന്റെ വിഷയത്തിൽ പെട്ടതുപോലെ, സ്വപ്ന വിഷയത്തിൽ പെട്ടതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസെങ്കിലും ഇതിനകത്ത് പെടാനുള്ള സാധ്യതയും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇനി പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ AKG സെന്ററിലേക്കും അന്വേഷണം നീളും. ഇതാണ് ഇതിൻ്റെ ഒരു നാൾ വഴി. അങ്ങോട്ടൊന്നും പോകാതിരിക്കട്ടെ മീൻസ് അവരൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇതെല്ലാം വലിയ പ്രസ്ഥാനങ്ങളും വലിയ സംവിധാനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവരെല്ലാം ഇതിനകത്ത് അറിഞ്ഞാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു കഷ്ടമാണ്. എന്തായാലും അയ്യപ്പന് മാത്രമേ അറിയാവൂ ഇതിൻ്റെ സത്യം എന്തെന്ന്. SIT നോക്കട്ടെ, നമുക്കത് കാത്തിരുന്ന് കാണാം. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റിലേക്കാകുമോ?